ഗുഡ് ഈവനിങ്. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹേർട്ടിൻ്റെ പറ്റി പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഈ ക്ലാസ്സിൽ നമുക്ക് ഹേർട്ടിൻ്റെ സ്ട്രക്ചർ പഠിക്കാമെന്ന്. ഹേർട്ടിൻ്റെ സ്ട്രക്ചറും പിന്നെ ഹേർട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വരില്ല, ഹേർട്ട് കാണിച്ചിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാനാണ് വരിക. ഹേർട്ടിൽ 4 ചാമ്പേഴ്സാണ് ഉള്ളത്. 4 ചാമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4 അറകളാണ് ഉള്ളത്. അപ്പർ ചാമ്പറും ലോവർ ചാമ്പറും. അപ്പർ ചാമ്പറിൽ 2 അറകളും ലോവർ ചാമ്പറിൽ 2 അറകളും. അങ്ങനെയാണ് ടോട്ടൽ 4 എന്ന് പറയുന്നത്. അപ്പർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഏട്രിയമും റൈറ്റ് ഏട്രിയമും. ലോവർ എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കലും റൈറ്റ് വെൻട്രിക്കലും. ഇങ്ങനെയാണ് നമുക്ക് 4 ചാമ്പറുകൾ വരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് ആ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാം. പേജ് നമ്പർ 33 ആണ് എടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹേർട്ടിൻ്റെ സ്ട്രക്ചറാണ്. ഇത് ഇപ്പുറത്തും ലങ്സ് ആണ് ഉള്ളത്. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇത്തിരി ടിൽറ്റഡ് ആണ്. കണ്ട, ഇവിടെ ടിൽറ്റഡ് ആയിട്ട് ഇത്തിരി ലെഫ്റ്റ് സൈഡിലേക്ക് ടിൽറ്റഡ് ആയിട്ട് കാണപ്പെടുന്നു. ഇത് ടിൽറ്റഡ് ആയിട്ടാണ് കാണപ്പെടുക. നമ്മളുടെ ലങ്സിൽ നിന്ന് പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് നമ്മൾ പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത്. ആ പ്യുവർ ബ്ലഡ് എന്താ ചെയ്യുക, ലെഫ്റ്റ് പൾമറി വെയിൻ മുഖേന, അതായത് ഇവിടെ കാണില്ലേ ലെഫ്റ്റ് പൾമറി വെയിൻ, ഈ ലെഫ്റ്റ് പൾമറി വെയിൻ മുഖേന പ്യുവർ ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് ലങ്സിൽ നിന്ന് എവിടേക്ക് വരുന്നു, നമ്മളുടെ ലെഫ്റ്റ് ഏട്രിയം. ഇതാണ് ലെഫ്റ്റ് ഏട്രിയം. ആരോ മാർക്ക് കാണുന്നുണ്ടോ ഇവിടെ, ലെഫ്റ്റ് ഏട്രിയം. ഈ ലെഫ്റ്റ് ഏട്രിയമിലേക്ക് വരുന്നു. ഈ ലെഫ്റ്റ് ഏട്രിയമിൽ നിന്ന് അത് താഴേക്ക് ബൈകസ്പിഡ് വാൾവ്, ഇതാണ് നമ്മുടെ ബൈകസ്പിഡ് വാൾവ്. ഇവിടെ ഒരു ആരോ കാണുന്നുണ്ട്, അതാണ് ബൈകസ്പിഡ് വാൾ. ബൈകസ്പിഡ് വാൾ എന്ന് പറയാൻ കാരണം ഇവിടെ 2 ലൈൻ ഉണ്ട്, കണ്ട 2 ലൈൻ. അപ്പോൾ ഇത് ബൈ ആണ്, അതുകൊണ്ടാണ് ഇതിനെ ബൈകസ്പിഡ് വാൾ എന്ന് പറയുന്നത്. ഈ ബൈകസ്പിഡ് വാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ലെഫ്റ്റ് വെൻട്രിക്കലിൽ വരും. ഈ ലെഫ്റ്റ് വെൻട്രിക്കലിൽ വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു പുഷ് കിട്ടും. അതായത് ഇത് ഇങ്ങനെ കയറുമ്പോൾ ഇത് എന്താണ്ടാവുക, നോർമൽ സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാകുക. ഇവിടെ എത്തുമ്പോൾ അത് ഇത്തിരി കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ ചുങ്ങും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു തെള്ള് വരും. തെള്ള് വരുമ്പോൾ ഇത് ഇവിടെയാണ് ഇവിടെ അറോട്ട വാൾവ്. ഇവിടെയാണ് അറോട്ട വാൾവ്. അറോട്ട വാൾവ് എന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് അറോട്ട വാൾവ്. ഈ അറോട്ട വാൾവിലേക്ക് അയോട്ട വാൾവ്, ഇതാണ് ഈ അയോട്ട വാൾവ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഈ അയോട്ട വാൾവിൻ്റെ ഉള്ളിലേക്ക് കയറും. ഈ വാൾവിലേക്ക് കയറുമ്പോൾ ഇവിടെ അടയും. അയോട്ട വാൾവിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഭാഗം അടയും, കാരണം അത് ബാക്കിലേക്ക് വരാണ്ടിരിക്കാൻ മതി. അതേമാതിരി ഇവിടെ ബൈകാസ്പിഡ് വാളിൻ്റെ ഉള്ളിലേക്ക് ഇവിടേക്ക് വരുന്നു കഴിഞ്ഞാൽ ഇത് അടയും, കാരണം ഇത് റീ അടിക്കാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ അയോട്ട വാൾവിലേക്ക് പോയതിന് ശേഷം അറോട്ട വാൾവിലേക്ക് പോയതിന് ശേഷം ഇത് ഇവിടുന്ന് പുറത്തേക്ക് പോകും. പുറത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തും. എല്ലാ ഭാഗത്തേക്കും എല്ലാ സെല്ലിലേക്കും എത്തിയതിന് ശേഷം അവിടുത്തെ ഓക്സിജൻ അവിടെ തീരും. അതായത് എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തി കഴിയുമ്പോൾ അതിൻ്റെ ഓക്സിജൻ എന്താണ്ടാവുക, തീരും. അങ്ങനെ തീരുമ്പോൾ ആ ബ്ലഡ് എന്താ ചെയ്യുക, റിട്ടേൺ അടിക്കും. റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരിക. ആ തിരിച്ചു വരുന്നത് സുപ്പീരിയർ വേനാക്കാവ മുഖേനയാണ് തിരിച്ചു വരിക. സുപ്പീരിയർ വേനാക്കാവയും ഇൻഫീരിയർ വേനാക്കാവയും ഉണ്ട്. അപ്പോൾ ഇൻഫീരിയർ വേനക്കാവയിൽ നിന്ന് ബാക്കിലേക്ക് പോയിട്ടുണ്ട്, കണ്ട ബാക്കിലേക്ക് പോയിട്ട് അത് റൈറ്റ് പൾമറി ആർട്ടറിയിലേക്ക് പോയിട്ട് അത് ലങ്സിലേക്ക് പോകും. അതേമാതിരി സുപ്പീരിയർ വേനക്കാവ എന്ന് പറയുന്നത് അവിടുന്ന് ബ്ലഡ് ഡീഓക്സിജനേറ്റഡ്, അതായത് ഓക്സിജൻ മുഴുവനും കഴിഞ്ഞു. അപ്പോൾ അതെന്താവും, ഇംപ്യൂർ ബ്ലഡായി പോകും. ആ ഇംപ്യൂർ ബ്ലഡ് ഇവിടെ നിന്നാണ് വരിക. സുപ്പീരിയർ വേനക്കാവയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ട്രൈകസ്പിഡ് ഉണ്ട്. ട്രൈകസ്പിഡ് ഇവിടെ തന്നിട്ടുണ്ട്, ട്രൈകസ്പിഡ് വാൾവ്. ഈ ട്രൈകസ്പിഡ് വാൾവിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് വരും. ഇത് ട്രൈ എന്ന് പറയാൻ കാരണം ഇവിടെ 3 ലൈൻ ഉണ്ട്, പക്ഷെ ഇവിടെ 3ാമത്തെ ലൈൻ കാണണില്ല. ഇവിടെ 3 ലൈൻസ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വരിക. അതുകൊണ്ടാണ് അവിടെ ട്രൈകസ്പിഡും ഇത് ബൈകസ്പിഡും ഇവിടെ 2 എണ്ണം ഇവിടെ 3 എണ്ണം ആയതുകൊണ്ടാണ് ഇവിടെ ട്രൈകസ്പിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വന്നതിന് ശേഷം പൾമനറി വാൾവ് മുഖേന ഉള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് കയറിയിട്ട് ഇത് തിരിച്ച് ലെഫ്റ്റ് പൾമറി ആർട്ടറിയിലേക്ക് പോകും. അതോടുകൂടി അത് ലങ്സിൽ എത്തിയിട്ട് ലങ്സിൽ നിന്ന് അത് ഓക്സിജനേറ്റഡ് ബ്ലഡ് എടുത്തിട്ട് പിന്നെയും ലെഫ്റ്റ് പൾമനറി വെയിനിലേക്ക് പോകും. നമ്മൾ 4 ചാമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 2ഉം അപ്പർ ചാമ്പർ, ഇത് 2ഉം ലോവർ ചാമ്പറാണ്. അപ്പർ ചാമ്പർ എന്ന് പറയുന്നത് റൈറ്റ് ഏട്രിയമും ലെഫ്റ്റ് ഏട്രിയമും. ലോവർ ചാമ്പർ എന്ന് പറയുന്നത് റൈറ്റ് വെൻട്രിക്കലും ലെഫ്റ്റ് വെൻട്രിക്കലും. പിന്നെ ഈ ഭാഗം കണ്ടില്ല, ഈ ഭാഗത്തിൽ കുറച്ച് മസിൽസ് കൂടുതലാണ്, കാരണം ഈ ഭാഗത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പുഷ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് മസിൽസ് കൂടുതലുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് മുഴുവനും നെയിമിംഗ് നിങ്ങൾ പഠിക്കണം, കാരണം ഈ നെയിമിംഗ് നിങ്ങൾക്ക് വരും. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി എന്നോട് ചോദിക്കാം.
ഏകദേശം നിങ്ങൾക്ക് ഞാൻ ഫിഗർ കാട്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം ബ്ലഡ് എന്താ ചെയ്യുക, ലങ്സിൽ നിന്ന് എവിടേക്ക് എത്തും, പൾമനറി വെയിനിലേക്ക്, ലെഫ്റ്റ് പൾമനറി വെയിനിലേക്ക് ഓക്സിജനേറ്റഡ്, അതായത് ഓക്സിജൻ നിറഞ്ഞ ബ്ലഡ് ലങ്സിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നത് ലെഫ്റ്റ് പൾമനറി വെയിനിലേക്കാണ്. ആ ലെഫ്റ്റ് പൾമനറി വെയിനിൽ നിന്നിട്ട് ഏറ്റവും മുകളിലത്തെ ചാമ്പറിലേക്ക് എത്തും. മുകളിലത്തെ ചാമ്പർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഏട്രിയം ആണ്. ലെഫ്റ്റ് ഏട്രിയം മുഖേന അത് ബൈകസ്പീഡ് വാൾവ് മുഖേന താഴേക്ക് ലെഫ്റ്റ് വെൻട്രിക്കലിൽ എത്തും. ലെഫ്റ്റ് വെൻട്രിക്കൽ എന്താ ചെയ്യുക, ഒരു പുഷ് കൊടുക്കും. ആ പുഷ് കൊടുക്കുമ്പോൾ അത് എവിടേക്ക് പോകും, അയോട്ട വാൾവിലേക്ക് പോകും. ആ അയോട്ട വാൾവ് മുഖേന അതെന്തുണ്ടാവുക, നമ്മളുടെ എല്ലാ സെൽസ് ഓർഗൻസിലേക്കും എത്തും. അത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് എത്തുക. ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ സ്ഥലത്തും സെല്ലുലർ റെസ്പിറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്ലഡിലത്തെ ഓക്സിജൻ അവിടെ തീരും. ഓക്സിജൻ അവിടെ തീരുന്നിട്ട് അവർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത്. ബ്ലഡ് എന്താ ചെയ്യുക, ശരീരത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ കൊടുത്തിട്ട് ഡീഓക്സൈഡ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അവർ ആ ബ്ലഡിൽ നിറച്ച് തിരിച്ചു കൊണ്ടുവരും. ആ ബ്ലഡ് തിരിച്ചു വരുന്നത് നമ്മളുടെ സുപ്പീരിയർ വേന കാവയിലും ഇൻഫീരിയർ വേന കാവ മുഖേനയാണ് വരിക. ഈ സുപ്പീരിയർ വേനക്കാവയും ഇൻഫീരിയർ വേനക്കാവയും ഒന്ന് നമുക്ക് ഹേർട്ടിൻ്റെ ബാക്കിലേക്കും മറ്റേത് ഹേർട്ടിൻ്റെ ഉള്ളിലേക്കും വരുന്നതാണ് കാണപ്പെടുക. അവിടുന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക, റൈറ്റ് ഏട്രിയമിലേക്ക് വരും. റൈറ്റ് ഏട്രിയം മുഖേന അത് ട്രൈകസ്പിഡ് വാൾവിലേക്ക് വരും. അപ്പോൾ ട്രൈകസ്പിഡ് വാൾവ് തിരിച്ചു പോകാണ്ടിരിക്കാൻ അത് അവിടെ അടയും. ആ ട്രൈകസ്പിഡ് വാൾവിൽ നിന്ന് താഴെ റൈറ്റ് വെൻട്രിക്കലേക്ക് പോകും. ആ റൈറ്റ് വെൻട്രിക്കൽ നിന്ന് പിന്നെ പൾമനറി വാൾവിലേക്ക് പോകും. ആ പൾമനറി വാൾവ് മുഖേന അത് പുറത്തേക്ക് ലെഫ്റ്റ് പൾമനറി ആർട്ടറിയിൽ നിന്ന് ലങ്സിലേക്ക് പോകും. എന്നിട്ട് പിന്നെ ആ സർക്കുലേഷൻ രണ്ടാമതും അങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ട് പോകും. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പിന്നെയും ഇംപ്യൂർ ആയതുള്ളത് ലങ്സിലേക്ക് പോയിട്ട് പിന്നെയും പ്യൂർ ബ്ലഡ് അത് ശേഖരിച്ച് തിരിച്ച് ഇതേ രീതിയിലാണ് പോകുക. വെയിൻ എന്ന് പറയുന്നത് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആർട്ടറി എന്ന് പറയുന്നത് ശരീരത്തിൽ മുഴുവനും പോയതിന് ശേഷം അത് തിരിച്ച് എവിടേക്ക് വരുന്നു, നമ്മളുടെ ഹാർട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആർട്ടറി എന്ന് പറയുന്നത് തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നതും വെയിൻ എന്ന് പറയുന്നത് ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നതും. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജാണ് പേജ് നമ്പർ 34. നമ്മൾ പഠിക്കുന്നത് ബ്ലഡ് വെസൽസ് ആണ്. അതായത് നിങ്ങൾക്ക് ഫിഗർ 3.4 കാണിച്ചു തന്നിട്ടുണ്ട് ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞത്. ബ്ലഡ് വെസൽ എന്ന് പറയുന്നത് സുപ്പീരിയർ വേനക്കാവ, ഇൻഫീരിയർ വേനക്കാവ, പൾമനറി ആർട്ടറി, പൾമനറി വെയിനും പിന്നെ അയോട്ടയും. ഇത്രയുമാണ് നമ്മുടെ ബ്ലഡ് വെസൽ. ബ്ലഡ് വെസൽ എന്ന് പറയുന്നത് ബ്ലഡ് കൊണ്ടുപോകുന്നതും എല്ലാ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് ബ്ലഡ് വെസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ 3.4 ബ്ലഡ് വെസൽ നമുക്ക് ആർട്ടറി, കാപ്പിലറി, വെയിൻ എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോണത്. ലാർജ് ആർട്ടറീസ് അറൈസിങ് ഫ്രം ദ ഹേർട്ട് സ്പ്ലിറ്റ് ഇൻ ടു സ്മോൾ ആർട്ടറീസ്. ലാർജ് ആർട്ടറി, അതായത് ഏറ്റവും വലിയ ആർട്ടറി എന്ന് പറയുന്നത് അയോട്ടേനാണ് ഏറ്റവും വലിയ ആർട്ടറി എന്ന് പറയുന്നത്. അത് വരുന്നത് നമ്മളുടെ ഹേർട്ടിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത്. അവിടെ നിന്നാണ് ബ്ലഡുകൾ പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് ഓരോ സ്ഥലത്തേക്ക് പോണത്. അപ്പോൾ ഈ അയോട്ട പിന്നെ എന്താ ഉണ്ടാവുക, അയോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു പൈപ്പ് എന്ന് വിചാരിക്കാം. ആ പൈപ്പ് പിന്നെ എന്താ ഉണ്ടാവുക, ആ ഒരു പൈപ്പ് കൊണ്ട് മാത്രം അല്ല നമ്മുടെ ശരീരത്തിൽ എല്ലാ സ്ഥലത്തും എത്തില്ല. അപ്പോൾ അതിനെന്താ ഉണ്ടാവുക, കുറേ ബ്രാഞ്ചസ് ഉണ്ടാകും. ആ അയോട്ട പിന്നെ എന്തായി മാറും, അവിടെ നിന്ന് വരുമ്പോൾ അയോട്ടയായിട്ട് വരും, പിന്നെ അത് ആർട്ടറി ആകും, പിന്നെ ആർട്ടിയോളിസ് ആകും, പിന്നെ കാപ്പിലറി ആകും, പിന്നെ വെന്റിൽസ് ആകും, പിന്നെ വെയിൻ ആകും, പിന്നെ വേനക്കാവ്യാകും. അങ്ങനെയാണ് ഇത് പോണത്. അപ്പോൾ ഈ അയോട്ട കുറച്ച് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക, സ്പ്ലിറ്റ് ആയിട്ട് ആർട്ടറി ആയി പോകും. അത് കഴിഞ്ഞിട്ട് അത് ഏറ്റവും വലിയ ആർട്ടറി, അത് കഴിഞ്ഞിട്ട് പിന്നെ ആർട്ടിയോളിസ് ആയി പോകും, പിന്നെ കാപ്പിലറീസ് ആയി പോകും. ഇവിടെ നിങ്ങൾക്ക് ആർട്ടിയോളിസ് പറഞ്ഞ് തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് പറയണില്ല. അപ്പോൾ അയോട്ടയിൽ നിന്ന് അത് എവിടേക്ക് വരുന്നു, ആർട്ടറി ആയിക്ക് വരുന്നു. ആർട്ടറി പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് എന്തായി പോകണം, ഇവിടെ പറഞ്ഞു ലാർജ് ആർട്ടറി അറൈസിങ് ഫ്രം ദ ഹേർട്ട്. വലിയ ആർട്ടറി എന്ന് പറയുന്നത് അയോട്ടേനാണ് പറഞ്ഞത്. ആ അയോട്ട പിന്നെ സ്പ്ലിറ്റ് ആകുകയാണ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ഇൻ ടു സ്മോൾ ആർട്ടറീസ്, പിന്നെ അത് ചെറിയ ആർട്ടറീസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദിസ് ഇൻ ടേൺ സ്പ്ലിറ്റ് ഇൻ ടു കാപ്പിലറീസ്. അത് പിന്നീടും ചെറുതായിട്ട് അതെന്താണ്ടാവുക, കാപ്പിലറീസ്. ഈ കാപ്പിലറീസിൽ എന്താ ഉള്ളത്, ചെറിയ ചെറിയ അറകളുണ്ട്. ആ അറകൾ അതായത് ചെറിയ ചെറിയ ഓട്ടകൾ മാതിരിയുണ്ട്. അപ്പോൾ അവിടുത്തെ അടുത്തുള്ള സെൽസിനൊക്കെ അവിടെ എന്ത് കിട്ടും, ബ്ലഡ് കിട്ടും.
ഫർദർ ദിസ് കാപ്പിലറീസ് യുണൈറ്റ് ടു ഫോം സ്മോൾ വെയിൻസ്. പിന്നെ ഈ കാപ്പിലറീസ് ഒക്കെ ഒന്ന് കൂടിയിട്ട് പിന്നെ എന്തുണ്ടാവുക, വെയിൻ ആകും. വെയിൻ ആയിട്ട് പിന്നെ എവിടേക്ക് പോകും, വേനക്കാവ്യായി പോയിട്ട് അത് തിരിച്ച് ഹേർട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത്രയും ക്ലാരിറ്റിയിൽ നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. Unite to form small veins, and these small veins unite to form large veins and finally reach the heart. Blood vessels are of 3 types. ബ്ലഡ് വെസൽസ് നിങ്ങൾക്ക് 3 ഉള്ളൂ. ഇവിടെ ചുരുക്കത്തിലാണ് പറഞ്ഞു തന്നേക്കുന്നത്. ബ്ലഡ് വെസൽ നിങ്ങൾക്ക് ആകെ 3 ഉള്ളൂ. അയോട്ടയിൽ നിന്ന് വരുന്നുണ്ട്, അയോട്ടയിൽ നിന്ന് വന്നിട്ട് അത് ആർട്ടറീസിലേക്ക് വരികയാണ്. ആർട്ടറീസ് പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് സ്മോൾ ആർട്ടറീസ് ആകും. ആ സ്മോൾ ആർട്ടറീസ് പിന്നെയും സ്പ്ലിറ്റ് ആയിട്ട് കാപ്പിലറീസ് ആകും. കാപ്പിലറീസ് പിന്നെ ഒരുമിച്ച് ഒന്ന് കൂടിയിട്ട് വെയിൻസ് ആക്കി പോവുകയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടി ഞാൻ അത് വായിക്കാം. ലാർജ് ആർട്ടറീസ് അറൈസിംഗ് ഫ്രം ദ ഹേർട്ട് സ്പ്ലിറ്റ് ഇൻ ടു സ്മോൾ ആർട്ടറീസ് ആൻഡ് ദിസ് ഇൻ ടേൺ സ്പ്ലിറ്റ് ഇൻ ടു കാപ്പിലറീസ്. Further, these capillaries unite to form small veins, and these small veins unite to form larger veins, and finally reaches the heart. Blood vessels are of 3 types. Just information മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അതായത് ഫിഗർ നമ്പർ 3.2ലാണ് തന്നേക്കുന്നത്. വേരിയസ് കൈൻഡ് ഓഫ് ബ്ലഡ് വെസൽസ്. ഇനി ഓരോ ടൈപ്പുള്ള ബ്ലഡ് വെസൽസ് എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നാണ് കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ ആദ്യം വെയിൻസ് ആണ് പറഞ്ഞേക്കുന്നത്. വെയിൻസിൻ്റെ ഫിഗർ കാണുക. ക്യാരീസ് ബ്ലഡ് ടു ദ ഹേർട്ട്. ലങ്സിൽ നിന്ന് ഹേർട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് വെയിൻസിൽ ഉള്ള ബ്ലഡിൻ്റെ ജോലി എന്ന് പറയുന്നത്. തീൻ വാൾവ്, അതിൻ്റെ വാൾവ് എന്ന് പറയുന്നത്, അതിൻ്റെ ചുറ്റുമുള്ള വാൾവ് എന്ന് പറയുന്നത് ഭയങ്കര കനം കുറവായിരിക്കും. കാരണം ലങ്സിൽ നിന്ന് ഹേർട്ടിലേക്ക് വരുമ്പോൾ ബ്ലഡിൻ്റെ സ്പീഡ് ഇത്തിരി കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് അത്ര വലിയ വാൾവ് ആവശ്യമില്ല. അതായത് അതിൻ്റെ ചുറ്റുമുള്ളത് അത്ര കനമുള്ളത് ആവശ്യമില്ല. അതുകൊണ്ട് തിൻ വാൾവാണ് ഉള്ളത്. വാൾവ്സ് ആർ സീൻ ഇൻസൈഡ്. അതിൻ്റെ ഉള്ളിൽ വാൾവുകൾ കാണപ്പെടും. ആ ഒരു പൈപ്പാന്ന് വിചാരിക്കുക. ആ പൈപ്പിൻ്റെ ചുറ്റുഭാഗം എന്തുണ്ടാവുക, കട്ടി കുറവും അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുക, വാൾവ് ഉണ്ടാവും. വാൾവ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്പീഡ് കുറവാണ്. സ്പീഡ് കുറവാകുമ്പോൾ ലങ്സിൽ നിന്ന് ബ്ലഡ് ഹേർട്ടിലേക്ക് വരുമ്പോൾ അത് തിരിച്ച് ലങ്സിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകും. ആ സാധ്യത ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചു പോവാണ്ടിരിക്കാൻ വേണ്ടി ദൈവം ഒരു മെക്കാനിസം ആയിട്ട് അത് സൃഷ്ടിച്ച് വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു വാൾവ് കൊടുത്തു. അപ്പോൾ ഈ ബ്ലഡ് വരുന്നത് തിരിച്ച് ലങ്സിലേക്ക് ബ്ലഡ് പോകില്ല, അത് നേരെ ഹാർട്ടിലേക്ക് വന്ന് ഒഴുകും. അപ്പോൾ നമ്മൾ കഥകിലൊക്കെ വെക്കാറുണ്ട് അല്ലേ. അതെന്താണെന്ന് വെച്ചാൽ വൺ സൈഡ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ്. വൺ സൈഡ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വാൾവ് വെച്ച് അതിനെ തടഞ്ഞു നിർത്തും. അതേമാതിരി തന്നെ ഇവിടെയും ഈ വാൾവ് വെച്ചേക്കുന്നത് ബ്ലഡ് തിരിച്ച് പോവാണ്ടിരിക്കാൻ വേണ്ടി. കാരണം അവിടെ ഫോഴ്സ് വളരെ കുറവായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് പോയിന്റ് ആണ് ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. ലങ്സിൽ നിന്ന് വരുന്ന ബ്ലഡ് എന്താ ഉണ്ടാവുക, സ്പീഡ് കുറവായിരിക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് അത് തിരിച്ച് ലങ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വാൾവ് വെച്ചേക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നമ്മളുടെ വരുന്നത് ആർട്ടറി. ആർട്ടറി ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹേർട്ട്. ആർട്ടറി എന്താ ചെയ്യുന്നത്, ഹേർട്ടിൽ നിന്ന് ബ്ലഡ് നമ്മളുടെ ശരീരത്തിൻ്റെ മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഹേർട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്, ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, ഫോഴ്സ് കൂടുതലായിരിക്കും ഉണ്ടാവുക. മറ്റേത് വെയിനിൽ വരുമ്പോൾ ഫോഴ്സ് കുറവും, ആർട്ടറീസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക, ഫോഴ്സ് കൂടുതലായിരിക്കും. കാരണം ഹേർട്ട് അവിടെ പമ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഫോഴ്സ് കൂടുമ്പോൾ ആ ആർട്ടറി പൊട്ടാനുള്ള സാധ്യതകൾ കൂടും. അപ്പോൾ അവിടുത്തെ വാൾ എന്താ ഉണ്ടാവുക, കട്ടി കൂടുതലായിരിക്കും ഉണ്ടാകുക. തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ് ആർ ദെയർ. തിക്കും ഇലാസ്റ്റിക്കും, ഇലാസ്റ്റിക് മീൻസ് ഫ്ലെക്സിബിൾ ഉള്ള വാൾസ് ആയിരിക്കും അവിടെ കാണപ്പെടുക. ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ സ്പീഡ് ആൻഡ് ഹൈ പ്രഷർ. ബ്ലഡ് അവിടെ ഫ്ലോ ചെയ്യുന്നത് ഹൈ സ്പീഡും ഹൈ പ്രഷറുമാണ്. അതുകൊണ്ട് അത് പൊട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ആ ഞരമ്പ് എന്ന് പറയുന്നത് പൊട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താ ഉണ്ടാവുക, ആ ഞരമ്പ് കട്ടി കൂടുതലായിരിക്കും ഉണ്ടാകുക. കാപ്പിലറീസ്, ഇനി വരുന്നത് കാപ്പിലറീസ്. കാപ്പിലറീസ് ഈ വെയിനും ആർട്ടറീസിൻ്റെയും ഇടയിലുള്ളതാണ് കാപ്പിലറീസ്. അതായത് ആർട്ടറിയെക്കാട്ടിലും കനം കുറവും വെയിനിനെക്കാട്ടിലും കനം കുറവാണ് ഈ കാപ്പിലറീസ് എന്ന് പറഞ്ഞത്. ചെറിയ ചെറിയ നരമ്പുകളിനെയാണ് കാപ്പിലറീസ് എന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൈയൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണപ്പെടും. ഒരു ബ്ലൂ കളറിൻ്റെ നരമ്പുകൾ നിങ്ങൾക്ക് കാണപ്പെടും. ആ ബ്ലൂ കളറിൻ്റെ നരമ്പുകളാണ് നിങ്ങളുടെ കാപ്പിലറി എന്ന് പറഞ്ഞ നരമ്പ് എന്ന് പറഞ്ഞത്. കാപ്പിലറി എന്ന് പറഞ്ഞത് ഈ ബ്ലൂ കളറിൻ്റെ നിങ്ങളുടെ ശരീരത്തിൽ കാണപ്പെടുന്നതാണ്. അത് ഭയങ്കര കനം കുറവുള്ളതായിരിക്കും ഉണ്ടാകുക. തിൻ വെസൽസ് ദാറ്റ് കണക്ട് വെയിൻസ് ആൻഡ് ആർട്ടറീസ് ടുഗെദർ. ചെറിയ വെസലുകൾ, ചെറിയ നരമ്പുകൾ, അത് നിങ്ങളുടെ ആർട്ടറീസിനെയും വെയിൻസിനെയും കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്.
വാൾ ഈസ് ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽ. അതിൻ്റെ വാൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലെയർ ആയിരിക്കും ഉണ്ടാവുക, കനം കുറവായിരിക്കും ഉണ്ടാവുക. കാരണം അത്രയും സ്ലോ ആയിട്ട് അവിടുന്ന് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് അതിന് അത്ര കനത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ വാൾ എന്ന് പറയുന്നത് കനം കുറവായിരിക്കും ഉണ്ടാകുക. മൈന്യൂട്ട് പോർസ് ഓൺ ദ വാൾസ്. ആ വാൾസിൽ എന്താ ഉണ്ടാവുക, ചെറിയ ചെറിയ ഓട്ടകളായിരിക്കും ഉണ്ടാവുക. കാരണം അതിൻ്റെ അടുത്തുള്ള സെല്ലുകൾക്കൊക്കെ ഇതിൻ്റെ ബ്ലഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടാൻ വേണ്ടിയിട്ട്. വാൾവ്സ് ആർ ആബ്സെന്റ്. ഇതിനകത്ത് വാൾവ്സ് വെക്കേണ്ട ആവശ്യമില്ല, കാരണം ബ്ലഡ് ഭയങ്കര സ്ലോ ആണ് പോണത്, അതിനകത്ത് വാൾവ്സ് വെക്കേണ്ട ആവശ്യമില്ല. ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. ഇവിടെ ലോ സ്പീഡും ലോ പ്രഷറിലുമാണ് പോണത്. പിന്നെ ഇതിൻ്റെ ഈ നരമ്പ് എന്ന് പറഞ്ഞത് വളരെ കനം കുറവും വലിയ ചെറിയ നരമ്പുമാണ്, അതുകൊണ്ട് ഇത് ഒരിക്കലും ബാക്ക് അടിക്കില്ല. അതുകൊണ്ട് ഇതിന് വാൾവ്സിൻ്റെ ആവശ്യമില്ല, വാൾവ്സിൻ്റെ തീരെ ആവശ്യമില്ല, കാരണം ഇതിൻ്റെ സ്പീഡ് കുറവാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വെയിൻസും ആർട്ടറീസും കാപ്പിലറീസും എന്താണ് എന്ന് പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് എന്ന് പറഞ്ഞത് ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 34 ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എനിക്ക് ഇന്ന് അയച്ചു തരണം. അതാണ് നിങ്ങളുടെ ഹോംവർക്ക്. പിന്നെ പേജ് നമ്പർ 33 ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതായത് ആർട്ടറീസ്, വെയിൻ, കാപ്പിലറീസ്, അതിൻ്റെ പ്രത്യേകതകളും അത് എവിടേക്കാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്, ആ ബോക്സും നിങ്ങൾ ഫിൽ ചെയ്തിട്ട് എനിക്കിന്ന് അയച്ചു തരാം. ക്ലാസ് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ബൈ, ഹാവ് എ നൈസ് ഡേ.